ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 13ാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത്, അമ്മയിൽ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടേ എന്ന് വിശദമായിട്ടൊന്ന് നോക്കിയാലോ. ഗർഭത്തിൻ്റെ ആദ്യത്തെ ഘട്ടമായ 1ാമത്തെ ട്രൈമസ്റ്റർ ഈ ആഴ്ചയോട് കൂടി അങ്ങോട്ട് പൂർത്തിയാവാണ്. 1ാം ഘട്ടം വളരെ വിജയകരമായിട്ട് നിങ്ങൾ പൂർത്തിയാക്കി. നിങ്ങൾക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ. ഈ സമയത്ത് കുഞ്ഞിന് ഒരു 2.5 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ നീളം ഉണ്ടാവും. പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വലിയ നാരങ്ങയുടെയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കിനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അമ്മയുടെ വയറിലും സ്തനങ്ങളിലും ഒക്കെ സ്ട്രെച്ച് മാർക്കുകൾ കണ്ടു തുടങ്ങുന്ന സമയമാണിത്. സ്ട്രെച്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ചർമ്മമൊക്കെ വലിയുന്നത് കൊണ്ട് വരകൾ പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ചിലപ്പോൾ മിക്കതും നിങ്ങൾ മോൾ വയറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരുവിധ ആൾക്കാർക്കൊക്കെ, എനിക്കൊക്കെ അടിവയറ്റിലായിരുന്നു ഈ സ്ട്രെച്ച് മാർക്സ് വന്നിരുന്നത്. അതും നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിവയർ കാണാൻ പറ്റില്ല. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വയറ് കുറച്ച് വലുതായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊരു മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിവയറ്റിൽ ഇങ്ങനെ സ്ട്രെച്ച് മാർക്സ് കാണാൻ പറ്റും. ഇത് വന്നു എന്ന് വെച്ചിട്ട് നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡെലിവറിക്ക് ശേഷം അത് വയറ് ചുരുങ്ങുന്നതോടുകൂടി അതിങ്ങനെ പയ്യെ പയ്യെ ഇല്ലാണ്ടായി വരും. പിന്നെ ഈ ആഴ്ച മുതൽ നിങ്ങളുടെ ആഹാരത്തിൽ ഒരു 340 കലറി ഊർജ്ജം കൂടുതൽ നമ്മൾ കഴിക്കണം. എന്ന് പറഞ്ഞ് നമ്മൾ കുറേ വാരി വലിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വിശപ്പിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. നമ്മുടെ അടുത്ത് അമ്മമാരൊക്കെ പറയുന്നുണ്ടാവും, നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക. പക്ഷേ അങ്ങനെ വാരി വലിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളല്ല. കുറച്ച് കഴിക്കുന്ന സമയത്ത് കുറച്ച് ഹെൽത്തി റിച്ച് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചിക്കൻ, അങ്ങനെ എല്ലാം ഒരു കോമൺ ഒരു അളവിലെടുത്ത് കഴിക്കുക. ഒന്നും കൂടുതൽ കഴിക്കാണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞിന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണോ അതാണ് അവർക്ക് ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി റിച്ച് ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുക എന്നുണ്ടെങ്കിൽ അവർ പുറത്ത് വരുമ്പോഴും അവർക്ക് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡ് വെച്ചിട്ടായിരിക്കും അവർ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവുക. അപ്പോൾ അവർ പുറത്ത് വന്ന് കഴിയുമ്പോൾ നല്ല നല്ല ഫുഡുകൾ പുറത്ത് വന്നിട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ച് നമ്മൾ കൊടുക്കാൻ നോക്കുമ്പോൾ അവരതൊന്നും കഴിക്കില്ല. പിന്നെ ഇനി ഈ ആഴ്ച മുതൽ നിങ്ങളുടെ യൂട്രസ് വലുതായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് നോക്കണ ഒരാൾക്ക് വയറ് കുറച്ച് വലുതായി കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ചിലപ്പോൾ ചിലർ ചോദിച്ചു എന്നും ഇരിക്കാം. അതുപോലെ തന്നെ അടിവയറിൻ്റെ ചുറ്റളവ് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ എങ്കിലും വലുതായിട്ടുണ്ടാവും ഈ സമയത്ത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞു പൊക്കിളിൻ്റെ താഴത്തേക്ക് ഒരു കറുത്ത വര വരാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന്. അത് കൂടുതലായിട്ട് ഡാർക്ക് കളറായിട്ട് വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആരും പേടിക്കണ്ട, ഈ വര പ്രസവത്തോടു കൂടി മാറുന്നതായിരിക്കും. നമുക്കിനി കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ കുഞ്ഞിന് 14.3 മുതൽ 21.3 ഗ്രാം വരെ ഭാരം കണ്ടേക്കാം. അതുപോലെ നമ്മുടെ ഉള്ളിൽ പ്ലാസൻ്റ എന്ന് പറഞ്ഞ ഒരു മറുപില്ല ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാരവും ഏകദേശം ഈ കുഞ്ഞിൻ്റെ വലുപ്പത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടാവും. കുഞ്ഞിൻ്റെ ശരീരത്തിൽ പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരും ആഴ്ചകളിൽ കുഞ്ഞിൻ്റെ മൊത്തത്തിലുള്ള വളർച്ച പെട്ടെന്നായിരിക്കും. ഇനി ഈ ഓരോ ആഴ്ചയിലും 5 വരെ വർധനവ് വന്നേക്കാം. എന്നാൽ വലിപ്പമേറിയ തലയുടെ ഭാരം എന്ന് പറയുന്നത് അതൊരു ക്രമേണ ഒരു പയ്യാവും. അത് നമ്മുടെ ശരീരത്തിന് മാച്ച് ചെയ്ത തലയുടെ വലിപ്പത്തിലേക്ക് എത്തും. അതുപോലെ കണ്ണുകളൊക്കെ കറക്റ്റ് സ്ഥാനത്തേക്ക് എത്തും. ചെവികളൊക്കെ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തും. ഒരു മനുഷ്യൻ്റെ സാദൃശ്യത്തിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു ആമാശയം ഇപ്പം നെഞ്ചിൻ്റെ ഭാഗത്താണ് എന്നുള്ളത്. പക്ഷേ ഈ ആഴ്ചയോട് കൂടി ആമാശയം നെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വയറിൻ്റെ ഭാഗത്തേക്ക് നീങ്ങും. പിന്നെ അതുപോലെ കരൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. പാൻക്രിയാസ്, ഇൻസുലിൻ കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നത് ഈ ആഴ്ചയിലാണ്. മാത്രമല്ല നമ്മൾ കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുടിക്കും എന്ന് പറഞ്ഞു. അത് മൂത്രമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ നക്കാനും ഊറാനുമുള്ള ഈ പേശികളൊന്നും പൂർണ്ണമായിട്ടും രൂപപ്പെട്ടിട്ടില്ല. എന്നെങ്കിലും ഈ ആഴ്ചയോടുകൂടി കുഞ്ഞ് വിരലൊക്കെ ഇങ്ങനെ ചപ്പാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഇങ്ങനെ ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് മുലപ്പാൽ ചപ്പി വലിച്ചു കുടിക്കണം. അതിൻ്റെ ഒരു പ്രാക്ടീസാണ് വയറ്റിൻ്റെ ഉള്ളിൽ ഈ 13ാമത്തെ ആഴ്ച മുതൽ തുടങ്ങുന്നത്. നമുക്കിനി ഈ ആഴ്ചയിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത ഈ ആഴ്ചയോടുകൂടി അവസാനിച്ചു. എന്നിരുന്നാലും കുറച്ച് ചെറിയ അണുബാധകളൊക്കെ നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഞ്ഞിന് അത്ര നല്ലതല്ല. സിഫിലിസ്,
റുബല്ല, ഇതൊക്കെ ചെറിയ ചെറിയ അണുബാധകളാണ്. ഈ സിഫിലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പേര് പറയും, ട്രിപ്പോണിയ പാലിഡം. ഇതൊരു ബാക്ടീരിയയുടെ പേരാണ്. ആ ബാക്ടീരിയയുടെയാണ് ഈ അണുബാധ ഉണ്ടാകുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ രോഗം പടരുന്നത് എന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഇതിന് നേരത്തെ വാക്സിനൊക്കെ എടുക്കാം. അതുകൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ അങ്ങനെ ചെറിയ ചെറിയ വാക്സിൻസൊക്കെ ഡോക്ടേഴ്സ് എടുക്കാൻ പറയുമ്പോൾ അത് നമ്മൾ മടി കൂടാണ്ട് എടുക്കണം. നമുക്ക് ഇനി ഒരു വരുന്ന 10 ആഴ്ചയ്ക്കുള്ളിൽ ഒരു 5 കിലോ ഭാരമെങ്കിലും കൂടണം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഞാനങ്ങനെ കൂടിയിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ എനിക്ക് പ്രഗ്നൻസിയിൽ വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടുമില്ല. ഇങ്ങനെ ഭാരം കൂടണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണക്രമത്തിൽ ഒരു ശ്രദ്ധ വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ 3 നേരം കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ 4 5 നേരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഈ ഭാരം കൂടുന്നത് കൊണ്ട് മാത്രമല്ല ഇങ്ങനെ പറയുന്നത്, നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കുറച്ചായിട്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഗ്യാസ് കയറാതിരിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെച്ച് മാർക്കുകളൊക്കെ ഉണ്ടാവുമെന്ന്. ഈ സ്ട്രെച്ച് മാർക്കുകൾ നമ്മൾ പോഷക സമൃദ്ധം, ഈ പ്രോട്ടീൻ റിച്ച്, അയേൺ, കാൽഷ്യം ഇതെല്ലാം റിച്ച് പോഷക സമൃദ്ധമായ ഭക്ഷണം നമ്മൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെച്ച് മാർക്കുകളൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പോഷക സമൃദ്ധമായ ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് മാർക്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞപ്പോഴായാലും വയറ് ചുരുങ്ങിയതോടൊപ്പം തന്നെ ആ സ്ട്രെച്ച് മാർക്സുകൾ അങ്ങ് പോവുകയും ചെയ്തു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്സുകൾ ഉണ്ടാവില്ല എന്ന്. അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടറുടെ അടുത്ത് ചോദിക്കാം, ഡോക്ടർ സ്ട്രെച്ച് മാർക്സുകൾ വരാണ്ടിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്. ചില ഡോക്ടേഴ്സ് പറയും ചിലപ്പോൾ ഓയിൽ തേച്ചാൽ മതി എന്ന്, ചിലപ്പോൾ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ. നമ്മുടെ ചാനലിലൂടെ ഭർത്താക്കന്മാർക്കും ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളത്. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കാം, അവർ ഉറങ്ങുന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ ചിരിക്കുന്ന നല്ല ക്യൂട്ട് ബേബിയുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ ബെഡ്റൂമിൽ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അമ്മ ആവാൻ പോകുന്ന സ്ത്രീ എണീക്കുമ്പോൾ ഒരു സർപ്രൈസായിട്ട് നല്ല ചിരിക്കുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു സർപ്രൈസ് ആയിരിക്കും. ഇത് 1ാമത്തെ ട്രൈമസ്റ്റർ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് ഒരു സന്തോഷം. അതുപോലെ ചെറിയ ചെറിയ സമ്മാനങ്ങളും കൊടുക്കാട്ടോ. അപ്പോൾ 13ാമത്തെ ആഴ്ചേനെ പറ്റി ഇത്രയൊക്കെ തന്നെ അറിയാനുള്ളൂ. ഇനിയും നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഒരു ഉപകാരമാവുമല്ലോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്